ഇവിടെ എല്ലാരും പറഞ്ഞു വന്നപ്പോഴെല്ലാം കുറച്ച് കിളി പോയിരിക്കാന്ന്. ആണോ? സംസാരം എങ്ങനെ ഉണ്ടോ? അത് എന്താ അറിയില്ല, ഫസ്റ്റ് ഒക്കെ കാണുമ്പം ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നല്ല കോസ്റ്റ്യൂം കേട്ടോ. ആണല്ലേ? ഓൺ കോസ്റ്റ്യൂം അല്ലേ ഇത്? അതെ, ഓൺ കോസ്റ്റ്യൂം. ഇപ്പൊ നടക്കുന്നത് ജാസ്മിന്റെ കല്യാണമാണല്ലോ. അതെ, കല്യാണം. പറയൂ ക്യാരക്ടറിനെ കുറിച്ചും. ക്യാരക്ടറിനെ കുറിച്ച് സീരിയൽ കാണുന്നവർക്കാണെങ്കിൽ വളരെ നന്നായിട്ട് അറിയായിരിക്കും. എൻ്റെ ക്യാരക്ടർ നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലൻ വില്ലനിസം ഉള്ള ഒരു നെഗറ്റീവ് റോൾ തന്നെയാണ് ചെയ്യണത്. അടി ഇടി വെട്ടുകുത്തി എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ കാണും. ഞാൻ മറ്റേ ഷാർപ്പ് ഷൂട്ടറാണ്. പിന്നെ എപ്പിസോഡൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ തോക്ക് പിടിക്കാൻ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. എന്ന് പറയാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ സാധനത്തിന്. അപ്പൊ ഒറിജിനലാ മേടിച്ചത്. അപ്പം ആ ഒരു സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനെ, കാരണം ഇത് എടുത്തുകൊണ്ട് ഒരു 2 ദിവസം ചിത്രാഞ്ജലിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഇത് എടുത്തുകൊണ്ട് ഞാൻ ആ 2 ദിവസം കാട്ടിലേക്കൂടെ ഓടലും ചാടലും. അത് അവരോട് ചോദിക്കണം, അതെനിക്കറിയാൻ ഇല്ല ആയിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഏകദേശം എല്ലാ ഉടായിപ്പ് സാധനങ്ങളും വശമുണ്ട്. പിന്നെന്താ എക്സ്ട്രീം വെല്ലിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ എല്ലാ ഉടായ്പും കയ്യിലുണ്ടെന്ന് പറയല്ലേ, വശമുണ്ടെന്ന് പറയല്ലേ, അത് ഏതൊക്കെ ഉണ്ടെന്ന് പറയാം. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അതന്നെ, ഞാനും അതാ ഉദ്ദേശിച്ചത്. അല്ലെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രം എല്ലാവർക്കും ആഗ്രഹിക്കും നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തും എന്നുള്ളത്. അത് എല്ലാവരും പറയുന്നുണ്ട്. സാധാരണ കുറച്ചും കൂടെ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതിനെക്കാട്ടിലും, അതായത് ഹീറോയിൻ അല്ല കഴിയുമ്പോൾ കുറച്ചും കൂടെ അറ്റൻഷൻ കൂടുതൽ കിട്ടും എന്നുള്ളത് പൊതുവേ ഓഡിയൻസിന്റെ ഭാഗത്ത് പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതും. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, എന്താ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ, ആ പാവം കൊച്ചിന് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നവർ പറയുമ്പോഴും അവർ തന്നെ തിരിച്ചെന്നോട് പറയും, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, കാരണം നിങ്ങളെ റോള് നിങ്ങൾ അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്നുള്ളത് അവർ തന്നെ ആയിട്ട് പറയാറുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ വില്ലത്തി വരുന്നത് ഇവൾ എന്താണ് ഇങ്ങനെ കാണി, ഏതെങ്കിലും അമ്മമാരൊന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട്. ഞാനൊരു കല്യാണത്തിന് പോയപ്പം ഒരു കുറച്ച് പ്രായമുള്ള ഒരു അമ്മ വന്നിട്ട് എൻ്റെ ബാക്കിൽ ഒരറ്റ അടി. നല്ല എനിക്കാണെങ്കിൽ തൊട്ടാവും എനിക്ക്. അപ്പം ആ പുള്ളി എന്ന് വെച്ചാൽ സ്നേഹത്തോടെ അടിച്ചതാണ് എനിക്ക്. പക്ഷെ നല്ല വേദനിച്ചു. പക്ഷെ എന്നാലും ഞാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നാട്ടില് അങ്ങനെയൊക്കെയുള്ള ഇത് കിട്ടാ. പക്ഷെ അവര് സ്നേഹത്തോടെ ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം അവര് സ്ഥിരമായിട്ട് നമ്മുടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാ. അപ്പം അങ്ങനെയൊക്കെ അത് സന്തോഷം. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അങ്ങനെ വിരോധവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അഗെയിൻസ്റ്റ് ഒന്നല്ല അതിന്. പക്ഷെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലും അവർക്ക് എന്നെ മനസ്സിലായി കഴിഞ്ഞാലും അവർക്ക് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് റോൾ ചെയ്യുന്ന കാരണം റിയൽ ലൈഫിൽ ഇനിയിപ്പോൾ ഞാൻ അതുപോലെ ആണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വന്ന്. ഞാൻ പറയാം, ഞങ്ങളിവിടെ സീരിയസ്ലി ഞാൻ അമൃതയെ അന്ന് അതായത് മെനഞ്ഞാന്ന് തൊട്ട് ഒബ്സർവ് ചെയ്യാണ്. ഇന്നലെ തൊട്ട് മെനഞ്ഞാന്ന് തൊട്ട് ഒബ്സർവ് ചെയ്യാണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ 2 പക്ഷികൾ ഇങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അല്ല, ചില ആൾക്കാർ മിണ്ടാൻ വരാത്ത അതുകൊണ്ടായിരിക്കും കേട്ടോ, ജാട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഫസ്റ്റ് നോട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഒരു ഫേസും ഒരു അതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും ആൾക്കാർ വന്ന് മിണ്ടുന്നത് തന്നെ കുറവാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അഥവാ എന്നെ പുറത്ത് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് മിണ്ടിക്കോളൂ, എനിക്കൊരു പ്രശ്നം ഒരു കുഴപ്പമില്ല. അമൃത എവിടെ വെച്ചോ ജാസ്മിൻ കഥാപാത്രത്തെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്ക് മിണ്ടാം. ഒരു ജാടയില്ല, അഹങ്കാരമില്ല, നല്ല കുട്ടിയാണ്. അല്ല, അത് മാത്രമല്ല ഈ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അംശം പോലും സ്ലാങ് വരുന്നില്ല. ഞാനില്ലേ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ. ഞാൻ പക്ക കാസർഗോഡ് അല്ല, ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി കാഞ്ഞങ്ങാടാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കണ്ണൂർ സ്ലാങ് ആണ് വരുന്നത്. ഇനി വന്നിനിയണേ അങ്ങനെയൊക്കെയുള്ള ഒരു ലൈൻ എന്നോട് ആദ്യം പറഞ്ഞ ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എതിരെ ചെയ്യത്തുള്ളൂ കേട്ടോ.
പറയണ്ടായിരുന്നു അതൊക്കെ. അതെ, ഒന്ന് എന്തെങ്കിലും ഒന്ന് നീ ഇപ്പൊ എവിടെ പോകുന്നു, അല്ലെങ്കിൽ നീ വന്ന എന്താ, അല്ലെ താമസിച്ച് വന്ന എന്താ, അതൊക്കെ ചോദിക്കാവോ? സോറി, എണയെന്ന് വിളിക്കുന്നത് നമ്മൾ പൊതുവെ ലേഡീസിനെ എങ്ങനെ വിളിക്കുന്നത്. എണയെന്ന് നമ്മൾ സാധാരണ എണയെന്ന് വിളിക്കുന്നത് ലേഡീസിനെ വിളിക്കണേ. ആണുങ്ങളെ എടാന്ന് തന്നെ വിളിക്കുള്ളൂ, വേറെന്തും വിളിക്കില്ല. അപ്പം എങ്ങനെയാ ഇപ്പൊ ചോദിക്കാം? എന്നോട് എടാന്ന് തന്നെ വിളിച്ചു ചോദിച്ചു. എടാ നീ ചോറയിച്ചിനാ? ചൊറിഞ്ഞോന്നാ? എടാ നീ ചോറയിച്ചിനോ? ചോറ് കഴിച്ചോന്ന് അല്ല, ആവുന്നേ ഉള്ളൂ. അടുത്ത പിന്നെന്ത് വിശേഷം? നല്ല തന്നെയാ. ഇത് നോർമൽ അല്ലേ? കാസർഗോഡ് ഇങ്ങനൊന്നുമല്ല സംസാരിക്കുന്നത്. ഞാനതാ പറഞ്ഞ കണ്ണൂർ സ്ലാങ് ആണ്. കാസർഗോഡ് സംസാരിക്കാൻ കാസർഗോഡ് കുറച്ച് ടാസ്ക് ആണ്. അത് ശരി, കാസർഗോഡ് കുറച്ച് ടാസ്ക് ആണ്. അത് എന്നെ കൊണ്ട് വെച്ചു. കണ്ണൂർ സ്ലാങ് നമ്മൾ എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേട്ടോണ്ടിരിക്കും. അതെ അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ യൂസ്ഡ് ആയിരിക്കും. കാസർഗോഡ് എനിക്ക് ഒന്നും അറിയില്ല. ശരി, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റിനീഷയുടെ ഒരു സാദൃശ്യം? കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് രൂപസാദൃശ്യം ഉണ്ടെന്നും. പക്ഷെ സ്വഭാവം അതുപോലെ തന്നെ. ഇങ്ങനൊക്കെ തന്നെ റിനീഷ ഭയങ്കര എപ്പോഴും സ്മൈലാണ്, എപ്പോഴും സംസാരിക്കും, ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരി. ഞാൻ റിനീഷനെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നേരിട്ട് സംസാരിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ആളുണ്ടെന്ന് അറിയാം. പിന്നെ ഈ എനിക്ക് തോന്നുന്നു JP നമ്മുടെ ഹീറോ ഒക്കെ അവളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാർ അവളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റിനീഷയുടെ ഒരു ഇതുണ്ടെന്ന്. ഞാൻ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് ഹർ. തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മളെ പല കഥാപാത്രങ്ങള് സീരിയൽസിൽ തന്നെ ഉള്ള ആൾക്കാരുടെ ഫേസസ് ആയിട്ട് എനിക്ക് സാദൃശ്യം വരുന്നുണ്ട്. ഇപ്പൊ ശരണ്യ, ഇപ്പം ബിഗ് ബോസിലെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ശരണ്യ കുറച്ച് ഇപ്പൊ ബൾജിയാണ്, പക്ഷെ കാണുമ്പോ ചില സാദൃശ്യങ്ങളുണ്ട്. അല്ല, അയ്യോ ഞാനത് അങ്ങനെ ബോഡി ഷേമിങ് പറഞ്ഞല്ലേ. ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോ കറക്റ്റ് വണ്ണമൊക്കെ കുറഞ്ഞു. ബിഗ് ബോസിൽ ഒന്നും പറയില്ല കേട്ടോ, എന്നെ കുഴപ്പിക്കല്ലേ. ശരണ്യ അങ്ങനെ പറഞ്ഞല്ല. അല്ല, പിന്നെ വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ കുറെ ആൾക്കാർ കുറെ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ, അയ്യോ, സ്വാസികയുടെ, അതായത് ഈ ഭാഗത്ത്. കാര്യം അത് ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള സ്വാസി. പണ്ട് എനിക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് എല്ലാരും പറയുമായിരുന്നു സ്വാസികയാണ്. അതായത് മേക്കപ്പ് ഇല്ലാത്ത ഞാനല്ല, മേക്കപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ഞാൻ ഒരു സ്വാസികയുടെ ലുക്ക് പറഞ്ഞിട്ടുണ്ട്. റിനീഷ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവന്തിക ഏഷ്യനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കില്ലേ അത് പറഞ്ഞ് നിങ്ങൾ ചിരിക്കില്ല. സായി പല്ലവിന്റെ അത് ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇതൊന്നും വരില്ലല്ലോ, മുടി അടങ്ങി നിൽക്കുന്നില്ല.